നമ്മൾ ഇന്നലെ സംസാരിച്ചത് വാൽമീകിയുടെ ആശ്രമത്തിൽ ലക്ഷ്മണനോടൊപ്പം സീതാരാമാദികളിൽ ചേർന്നതും വാൽമീകി തൻ്റെ പൂർവ്വകഥാവൃത്താന്തം അരുളി ചെയ്യാൻ തുടങ്ങുന്നതും രാമനെ ആരാണെന്ന് പ്രസ്പഷ്ടമാക്കി തൻ്റെ ശിഷ്യഗണങ്ങൾക്കും മറ്റ് ആളുകൾക്കും മനസ്സിലാക്കാൻ പാകത്തിൽ പ്രാർത്ഥനാപൂർവം സംസാരിക്കുന്നതാണ് നാം ഇന്നലെ സംസാരിച്ച് നിർത്തിപ്പോയത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സന്ദേശം വാൽമീകിയുടെ ഭാര്യയിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ്. അത് മുമ്പേ നമ്മൾ കണ്ടതാണ്, ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അവനും ചെയ്യുന്നതിൻ്റെ ഫലം അവനും അനുഭവിക്കും. നമ്മൾ സാധാരണ പറയുന്ന കാര്യം തന്നെയാണ് പദ്യത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. നാം എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഏതെല്ലാം വികാരങ്ങളോടും വിചാരങ്ങളോടും കൂടിയുമാണോ നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകുന്നത്, അതിനനുസരിച്ചുള്ള ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചുകൊണ്ട് അതിന് കാലവ്യത്യാസം ഉണ്ട്. കാലവ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഒരു വിത്ത് തേങ്ങ കൊണ്ട് കുഴിച്ചു വെച്ചാൽ അത് ഒരു നല്ല ഒരു തടമെടുത്ത് ഒരു 2 അടി ആഴത്തിൽ ഒരു കുഴിയെടുത്ത് 1.5 അടി സമചതുരത്തിൽ ഒരു കുഴിയാക്കി അതിനകത്ത് അല്പം ജൈവവളവും മറ്റുമൊക്കെ ഇട്ട് നമ്മൾ നട്ടുവയ്ക്കുന്നു. നട്ടുവെച്ച് കഴിഞ്ഞാൽ അതിൽ കുലയുണ്ടായി കായായി അത് പറിക്കാൻ പാകത്തിൽ ആകണമെങ്കിൽ കുറേ സമയമെടുക്കും. നട്ട ഉടനെ അകത്ത് പോയി ഒരു കത്തിവാളം എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ തേങ്ങ വെട്ടാൻ പോകുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒരു തൈമാവ് കൊണ്ട് നട്ടു, പിറ്റേ നട്ട് കഴിഞ്ഞിട്ട് അകത്ത് പോയി മാങ്ങ പറിച്ചുകൊണ്ട് വരാൻ മാങ്ങ ചമ്മന്തി അരയ്ക്കാനെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിൻ്റേതായ സമയമെടുക്കും. അതുകൊണ്ട് നാം ഏത് പ്രവൃത്തികൾ ചെയ്താലും ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് ഫലമായി വരുന്നതിന് അല്പം സമയമെടുക്കും. കാത്തിരുന്നേ മതിയാവും. ഇത് കർമ്മഫല സിദ്ധാന്തത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ ഫലം കിട്ടണമെന്നുള്ള വാശിയാണ് എല്ലാവർക്കും. അതൊരിക്കലും ഉണ്ടാവുകയുമില്ല. എന്തായാലും താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ, അല്ലാതൊന്നുമില്ല. എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ ചെയ്യുന്നതിൻ്റെ ഫലം കൃത്യമായി വന്നുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞു. അപ്പോൾ വാൽമീകി അല്ല, രത്നാകരൻ അവിടെ നിഷാദത്വത്തോടെ ചെയ്ത പ്രവൃത്തി എന്താണ്? വഴിപോക്കരായ ആളുകളെയും മറ്റും ദ്രോഹിച്ച് അവരിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ട് ഒരു തസ്കര ജീവിതമോ അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കാരൻ്റെ ജീവിതവുമാണ് അയാൾ നയിച്ചത്. ധർമാധൃതമല്ലാത്ത ഒരു ജീവിതമാണ് അയാളുടെ കർമാചാരങ്ങളിൽ ഉള്ളത്. അപ്പോൾ ധർമാചാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കർമാചാരങ്ങളും ഗുണപ്രദമാവുകയുള്ളൂ, സുഖപ്രദമാവുകയുള്ളൂ, സംതൃപ്തി ഉള്ളതാവുകയുള്ളൂ. രത്നാകരൻ അങ്ങനെ ആയിരുന്നില്ല. തനിക്ക് ഭാര്യയും മക്കളുമുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്ത് അവർക്ക് ഉപജീവനത്തിനുള്ള അന്നുള്ള അന്നത്തിനുള്ള വക കണ്ടെത്തേണ്ടതുണ്ടെന്നുള്ള താല്പര്യം കൊണ്ടാണ് അയാളതൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളും ചെയ്യും എന്തെങ്കിലുമൊക്കെ. എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള കർമ്മമുണ്ട്. സ്വാർത്ഥമോ അതല്ലെങ്കിൽ പരാർത്ഥമോ സ്വാർത്ഥം സ്വന്തം കാര്യം, പരാർത്ഥം അന്യർക്ക് വേണ്ടി. അപ്പോൾ സ്വാർത്ഥമായോ പരാർത്ഥമായോ നാം അങ്ങനെ ഓരോ കർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ എല്ലാം ഫലം സുഖമോ ദുഃഖമോ ഗുണമോ ദോഷമോ നന്മയോ തിന്മയോ ആയിട്ട് നമുക്ക് അനുഭവമാവുകയും ചെയ്യും. വല്ലാത്ത ഒരു കാര്യമാണ് അത്. ഈ മനുഷ്യൻ്റെ ആദ്യം മുതൽ ജനനം മുതൽ മരണം വരെയുള്ള, അതായത് ജനനം മുതൽ മരണപര്യന്തം വരെയുള്ള ഇടങ്ങളിലെല്ലാം ഇത്തരമൊരു കർമ്മബോധം ഉണ്ടായാൽ മാത്രമേ നമുക്ക് സംതൃപ്തമായ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുകൂടി എൻ്റെ വ്യംഗ്യാർത്ഥമായി സൂചിപ്പിക്കപ്പെടുന്നു. ഏതായാലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് തൻ്റെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു. ചുതിൽപ്പുറ്റ് മൂടിയ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. 2ാമത്തെ ദിവസം അതെന്ന് തോന്നുന്നത് പറഞ്ഞതാണ്. ചുതിൽപ്പുറ്റ് മൂടിയതും അതിൽ രക്ഷപ്പെട്ടു വന്നതും ഒക്കെ ചെയ്തതാണ്. അതിൽ ഈ രാമ ശബ്ദത്തിന് ഒരുപാട് സിദ്ധികളുണ്ട്. വിശേഷിച്ചും നാമജപത്തിന് വളരെയധികം ശക്തികളുണ്ടെന്നാണ്. ഒരേ ശബ്ദത്തിൻ്റെ ആവർത്തനമാണ്.
ഈ നാമജപം എന്ന് പറയുന്നത്. ഒരേ ശബ്ദം രാമ 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 എന്ന് അങ്ങ് ജപിക്കുകയാണ്. ഒരു ആവർത്തനത്തിലൂടെ ശക്തി പ്രാപിപ്പിക്കാൻ കഴിയുന്നൊരു സിദ്ധിയുണ്ട്, എല്ലാ ശബ്ദങ്ങൾക്കും ഉണ്ട്. ശബ്ദങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പിന്നെ വീട്ടിലെ ചെറിയ കുട്ടികളോട് പറയും, ശബ്ദത്തിന് ശക്തി പറയുമ്പോഴാണ് ചെറിയ കുട്ടികളോട് പറയടാ നീ ആ കടയിൽ പോയി അത് ചോദിച്ചുകൊണ്ട് വാ എന്ന് പറയും. എനിക്കെങ്ങും വയ്യ, അവൻ തല്ലി കൊന്നാൽ പോകത്തില്ല. അവനെ വിളിച്ച് ഡാ അത് പോയിച്ചോ. അല്പം ദേഷ്യത്തിലും പരുഷത്തോടെയും പറയാമെങ്കിൽ അവൻ അന്നേരം പോയിച്ചു വരും. അപ്പോൾ ഒരേ ശബ്ദം പേപ്പറിൽ നമ്മൾ എഴുതി നോക്കിയാൽ വാക്കുകളും വാചകങ്ങളും ഒന്നാണെങ്കിലും അത് പറയുമ്പോൾ ഉള്ള ധ്വനിമൂല്യങ്ങൾക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് അത് പലതരത്തിലുള്ള റിയാക്ഷനാണ്, പ്രതികരണമാണ് ഉണ്ടാക്കുക. അപ്പോൾ ശബ്ദത്തിനുള്ള അപാരമായ സിദ്ധിവിശേഷമുണ്ട്. മനുഷ്യൻ്റെ ശബ്ദം, നമ്മൾ മന്ത്രം ജപിക്കുന്നു എന്ന് പറയുമ്പോൾ മന്ത്രം എങ്ങനെ ജപിക്കണം, നമ്മൾ പിന്നെ കീർത്തനം ചൊല്ലുന്നത് എങ്ങനെ കീർത്തനം ജപിക്കണം, എങ്ങനെ സ്തുതിക്കുന്നു, സ്തുതി രൂപം എങ്ങനെയായിരിക്കണം. അപ്പോൾ സ്തുതിരൂപമായിട്ടായാലും മന്ത്രോച്ചാരണത്തിൻ്റെ സ്വഭാവമായാലും വെറും സംഭാഷണത്തിൻ്റെ മാതൃകയായാലും വെറും ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷാ സംവിധാനമായാലും അതിനെല്ലാം അതിൻ്റേതായ ചില സിദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അതുകൊണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനമേതാ സ്തുതിക്ക്, പ്രാർത്ഥനയ്ക്ക്, ജപത്തിന്, ഈ 3 കാര്യങ്ങൾക്കാണ് വളരെ പ്രാധാന്യമുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ വർത്തമാനകാലത്തിൽ നിന്ന് ഭാവി കാലങ്ങളിലേക്കുള്ള സഞ്ചാരത്തെ അത് ഗുണപ്രദമാക്കി മാറ്റുന്നതിന് ഈ കാര്യങ്ങളൊക്കെ സഹായകമാണ്. അതുകൊണ്ട് വാൽമീകി മഹർഷി പോലും രാമനെ സ്തുതിച്ചു. അത് കഴിഞ്ഞ് ചിത്രകൂടത്തിൽ അവർ താവളമടിച്ചു. 3 പേരും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ. എല്ലാം ലക്ഷ്മണനാണ് എല്ലാം ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും രാമനും സീതയ്ക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയാണ്. അപ്പോഴാണ് ഈ സമയത്ത് സുമന്ത്രർ അപ്പോഴേക്ക് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ സുമന്ത്രർ ആ ഗുഹസംഗമത്തിന് ശേഷം സുമന്ത്രർ മന്ത്രിമുഖ്യനായ സുമന്ത്രർ, 8 മന്ത്രിമാരുണ്ട്, അതിൽ മുഖ്യനാണ് സുമന്ത്രർ. ആ സുമന്ത്രർ തിരിച്ചുപോയി, സങ്കടത്തോടെയാണ് പോയത്. കണ്ണീരൊലിക്കുന്ന മുഖവുമായി അദ്ദേഹം അവിടെ അയോധ്യയിൽ ചെന്ന് കയറുകയാണ്. ചെന്ന് കയറിയപ്പോഴേ ഭരതനെ കണ്ടുമുട്ടുകയാണ്. ഭരതൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഭരത പ്രത്യാഗമനം എന്ന് പറയുന്ന ഒരു അധ്യായത്തിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. ഭരതൻ്റെ വനയാത്രയും മറ്റു കാര്യങ്ങളും അതിനകത്ത് വരും. കഥയ്ക്ക് ഒരു തുടർച്ച ഉണ്ടാവുകയാണ്. ഒരാളുടെ അനുഭവങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നു, ജീവിതാനുഭവങ്ങൾ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ്. അത് മുഖ്യമായ പ്രശ്നമെന്ന് പറയുന്നത് രാമൻ്റെ രാക്ഷസ വംശ വിനാശനത്തിനുള്ള യുദ്ധങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാണ്. ആ പ്രവർത്തനങ്ങളിലേക്ക് രാമനെ കൊണ്ടുപോകുന്നതിനാവശ്യമായി രാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരന്തരവും ധാരാളവുമായ കർമ്മങ്ങൾ ആ ജീവിതവുമായി ബന്ധിപ്പിച്ചാണ് ആ ദേവി മുമ്പോട്ട് പോകുന്നത്. ആ രാമൻ്റെ ജീവിതത്തിൽ നിന്ന് അന്യമായി നമുക്ക് കാണാൻ കഴിയില്ല. രാമൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവമായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. അങ്ങനെയുള്ള അനുഭവത്തിൽ അത് ഭരതൻ്റെ അനുഭവം നമുക്ക് തോന്നുമെങ്കിലും അത് രാമൻ്റെ അനുഭവമാണ്. ലക്ഷ്മണൻ്റെ അനുഭവമാണ് നമുക്ക് തോന്നുമെങ്കിലും അത് രാമൻ്റെ അനുഭവമാണ്. മറ്റ് പ്രജാവൃന്ദങ്ങളുടെയൊക്കെ അനുഭവമാണ് തോന്നുമെങ്കിലും അതെല്ലാം രാമൻ്റെ അനുഭവമാണ്. അപ്പോൾ രാമൻ്റെ ജീവിതമാണ്, രാമൻ്റെ ചരിത്രമാണ്, രാമൻ്റെ വഴിയാണ്, രാമൻ നടന്നുപോയ മാർഗമാണ് രാമായണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഓരോ സംഭവങ്ങളും രാമൻ്റെ ജീവിതവുമായി അഭേദ്യ ബന്ധം പുലർത്തുന്നതായിട്ടാണ് ഈ വാൽമീകിയോ എഴുത്തച്ഛനോ മറ്റ് രാമായണകാരന്മാരോ ഒക്കെ ചെയ്തിട്ടുള്ളത്. 44-ലധികം രാമായണങ്ങൾ ആണ് പ്രഖ്യാതമായിട്ടുള്ളവ. ആ ശതമുഖ രാമായണം, പാതാള രാമായണം, സഹസ്രമുഖ രാമായണം, ബോധായന രാമായണം, അധ്യാത്മ രാമായണം, അങ്ങനെ രാമചരിതമാനസം, അങ്ങനെയൊക്കെ എത്രയോ കമ്പരാമായണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രാമായണങ്ങളുണ്ട്. ആ രാമായണങ്ങളിലെല്ലാം തന്നെ രാമൻ്റെ ജീവിതത്തിൻ്റെ അനുസ്യൂതി അല്ലെ തുടർച്ച ഉണ്ടാക്കിയെടുക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ്. ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗംഗാനദി കടന്ന് അക്കരയ്ക്ക് ഗംഗാനദിയുടെ അപ്പുറത്തേക്ക് പോയതിന് ശേഷം ദുഃഖിതനായ സുമന്ത്രൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നു. കണ്ണീരൊഴുകുന്ന മുഖവുമായാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. കണ്ണീരൊഴുകുന്ന മുഖവുമായി ഉത്തരീയ വസ്ത്രങ്ങൾ ആരും മുഖം കാണിക്കാതെ രണ്ടാം മുണ്ട് കൊണ്ട് ഇങ്ങനെ മുഖം മറച്ചുകൊണ്ടാണ് സുമന്ത്രൻ ഇങ്ങനെ കടന്ന് അയോധ്യയിലേക്ക് പ്രവേശിച്ചത്. കൗസല്യയുടെ അന്തപുരത്തിന് അടുത്ത് അദ്ദേഹം എത്തി. തേര് നിർത്തിയിട്ട് വന്നാൽ അവിടെയാണ് കൗസല്യയുടെ അടുത്ത് നിന്ന് പോരുന്നു രാജാവ്. ദശരഥ രാജാവ് അടുത്ത് നിന്ന് പോരുന്നു. അദ്ദേഹം ഈ കൗസല്യയുടെ അടുത്ത് വന്നു. സപത്നിയായ കൗസല്യയുടെ അടുത്ത് വന്നു. കൗസല്യ ഒത്തിരി പരിഭവങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ഭർത്താവിനെ പിരിഞ്ഞിരിക്കാനോ ഉപേക്ഷിക്കാനോ നിരാകരിക്കാനോ ഒരിക്കലും കൗസല്യ തയ്യാറല്ല, അത് സാധ്യവുമല്ല.
അത്രത്തോളം ആത്മബന്ധമാണ് കൗസല്യയ്ക്കും ദശരഥനും ഉണ്ടായത്. അതായത് കൈകേയി തിരക്ക് പോയാലും സമുദ്രത്തിരക്ക് പോയാലും മറ്റൊരുപാട് സ്ത്രീകളോടൊപ്പം കഴിഞ്ഞാലും സപത്നി എന്നുള്ള നിലയിൽ കൗസല്യയ്ക്ക് ദശരഥനോടുള്ള വിധേയത്വവും ആധമർണ്യവും ആ കടപ്പാടും വളരെ വലുതാണ്. അതുകൊണ്ട് ഒരു പതിവ്രതയായ പത്നിക്ക് വേണ്ട സർവ്വഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ഒരു രാജ്ഞി തന്നെയാണ് കൗസല്യ എന്ന് പറയുന്നത്. അതാർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആരും പറയുന്നില്ലെങ്കിലും അതവിടെ മീനിങ്ഫുള്ളാണ്, അർത്ഥവത്താണ്. ആ ഒരു ഏത് രാമായണം വായിച്ചാൽ നമുക്കറിയാം കൗസല്യ അത്രത്തോളം സാധ്വിയായ ഒരു സ്ത്രീരത്നമാണ് എന്നുള്ളത്. പക്ഷേ ഈ രാമചരിത്രത്തിലെങ്ങും ശക്തമായ ഒരു ചിത്രമായി കൗസല്യ അവതരിക്കുന്നില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും ആ കൗസല്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളും ദശരഥനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയും അതേ ദശരഥൻ്റെ മാർഗം കുറേ കൂടി ഭംഗിയാക്കി എടുക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗം ആയിട്ടാണ് കൗസല്യയുടെ ജീവിതം മുമ്പോട്ട് നീങ്ങുന്നതെന്നും കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ആ കൗസല്യ ദശരഥനെ ഉപേക്ഷിച്ചില്ല. ആ കൗസല്യ ദശരഥനെ സ്വീകരിച്ച് തൻ്റെ അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ശുശ്രൂഷാദികളൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടും രാജാവിനൊരു മോചനമില്ല. രാജാവിൻ്റെ മോചനമില്ലെന്ന് മാത്രമല്ല, കൂടെ രാമ 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 എൻ്റെ മകനെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. നിന്നെ പിരിഞ്ഞെങ്ങനെ ഇരിക്കും, നിന്നെ കാണാതെ എങ്ങനെ ഇരിക്കും, എൻ്റെ ആത്മഭാവം തന്നെയാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എനിക്ക് വയസ്സായപ്പോൾ കിട്ടിയ സന്താനമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിദേവനങ്ങൾ, സങ്കടങ്ങൾ, വിളിച്ചു പറഞ്ഞ കരച്ചിൽ, നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടുള്ള കരച്ചിൽ, ഇതൊക്കെ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്ന. കൂടെ ബോധഹീനനാവും. ബോധം കിട്ടുമ്പോൾ ചിലപ്പോൾ പിന്നെ ബോധം തെളിയും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ദശരഥൻ്റെ അന്ത്യത്തോടടുക്കുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പുത്രശോകാർത്തി മൂലം ജീവിതാന്ത്യം ഉണ്ടാകുമെന്നുള്ള ശാപം ദശരഥന് ഉണ്ട് താന്. അതിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. അപ്പോൾ സുമന്ത്രർ അവിടെ ചെന്നു, ഉത്തരീയം കൊണ്ട് മുഖം മറച്ച് കൊട്ടാരത്തിനകത്ത് കയറി കൗസല്യയുടെ അന്തപുരത്തിലെ ദുഃഖപരവശനായി കിടക്കുന്ന ദശരഥൻ്റെ സമീപത്ത് ചെന്നപ്പോൾ ദശരഥൻ സങ്കടത്തോടെ സുമന്ത്രരോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, സുമന്ത്ര, രാമനും ലക്ഷ്മണനും സീതയും ഇപ്പോൾ എവിടെയാണ്? അവർ 3 പേരും നിർദ്ദയനായ, ഒരു ദയമില്ലാതെയാണല്ലോ ഞാൻ ചെയ്തതെന്ന് അദ്ദേഹം വിചാരിക്കുന്നത്. നിർദ്ദയനായ എന്നോട് എന്ത് പറയാനാണ് അങ്ങേ ഏൽപ്പിച്ചത്? ഗുണങ്ങളെല്ലാം തികഞ്ഞ രാമ, എപ്പോഴും പ്രിയം മാത്രം പറയുന്നവളായ സീതയെ. അതാണ് പ്രിയം പറയുക എന്നുള്ളത്, പ്രിയം വധ എന്നുള്ളതാണ്. സത്യം വധ, പ്രിയം വധ, ഈ 2 കാര്യങ്ങളാണ് എപ്പോഴും ആദർശശുദ്ധിയുള്ള ഒരാൾക്ക് ചെയ്യാനുള്ളത്. പറയുമ്പോഴെല്ലാം സത്യം പറയുക, സത്യം മാത്രം പറയുക. കള്ളം പറയേണ്ട സന്ദർഭം ഉണ്ടായാൽ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതാണ് ബുദ്ധി. മറിച്ച് അവിടെ കയറി നിന്ന് വേണ്ടുവണ്ണമുള്ള കള്ളം പൊടിപ്പും തൊങ്ങലും വെച്ച് അങ്ങ് അവതരിപ്പിക്കും. അതാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ സത്യം വധ, പ്രിയം വധ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും എതിര് വേണം. ധർമ്മം ചര എന്നതിനാണ് വേണ്ടത്. ധർമ്മത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഈ സത്യം പറയുകയും പ്രിയത്തെ പറയുകയും വേണം. 3 കാര്യങ്ങൾ വേണം. സത്യവും ധർമ്മവും ഒത്തിണങ്ങിയ ജീവിതം ഉണ്ടാകണമെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പ്രിയമായി സംസാരിക്കുകയും കൂടി വേണം. നമ്മുടെ സനാതന ധർമ്മം തന്നെ അങ്ങനെയാണ്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം പ്രിയം ച അനർത്ഥം ബ്രൂയാത് ധർമ്മ സനാതന എന്ന് പറയും. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ പ്രധാനമായ മുദ്രാവാക്യങ്ങളിൽ ഒന്നിതാണ്. പ്രിയം ബ്രൂയാത്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അന്യർക്ക് ഹിതകരവും സുഖകരവുമായി സംസാരിക്കുക. അതാ പ്രിയം വധ. അത് സത്യം മാത്രം പറയും. സത്യം ബ്രൂയാത്, സത്യത്തെ മാത്രം പറയുക. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. അത് അപ്രിയമാണെങ്കിൽ ആ സത്യം പറയാതിരിക്കുക. സത്യം പ്രിയം ച അനർത്ഥം ബ്രൂയാത്, പ്രിയത്തെ ജനിപ്പി അന്യർക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെന്ന് കരുതി നുണയും പറയരുത്. അനർത്ഥ കള്ളം പറയരുത്. ഏത് ധർമ്മ സനാതന, ഇതാണ് നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ സംഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ആദർശം നോക്കുക. ഭാരതീയ സംസ്കൃതിയിൽ ഇത്തരം ഒരു ആദർശം കടന്നുകൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടുന്നു, നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് അനുവർത്തിക്കാൻ, നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തന്ന 3 കാര്യങ്ങളാണ്. സത്യത്തെ പറയുക, പ്രിയത്തെ പറയുക, അന്യർക്ക് ഇഷ്ടം ജനിക്കുന്നുവെന്ന് കരുതി അപ്രിയത്തെ പറയാതിരിക്കുക, പിന്നെ മറ്റവർക്ക് ഇഷ്ടമുണ്ടെന്ന് കരുതി കള്ളം പറയാതിരിക്കുക. വലിയ പ്രയാസമായത്. നമ്മളിതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്തു പോകും, അല്ലേ? ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകും. എന്തായാലും ശരി, അങ്ങനെ ഈ പ്രിയം മാത്രം പറയുന്നവളായാലോ സീതേ, ദുഃഖസമുദ്രത്തിൽ താണ് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ദശരഥൻ സർവം മറന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ദയനീയമായി കരയുന്ന ദശരഥനോട് സുമന്ത്രര്
തൊഴുകയോടെ പറഞ്ഞു, രാമനെയും സീതയെയും ലക്ഷ്മണനെയും തേയിലേറ്റ് ഞാൻ കാട്ടിലേക്ക് കൊണ്ടുപോയി. വളരെ വേഗത്തിൽ ഞാൻ തേരോടിച്ച് കൊണ്ടുപോയി. അത് കൊണ്ടുപോയിട്ട് അന്ന് രാത്രി ഗംഗാതീരത്തിൽ ശൃംഗവേരപുരത്തിൽ താമസിച്ചു. ദശരഥനോട് വിവരങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുക. ഗുഹൻ കാഴ്ചവെച്ച ഫലമൂലാദികളൊക്കെ കൈകൊണ്ട് തൊടുക മാത്രം ചെയ്തു. അവയൊന്നും രാമൻ സ്വീകരിച്ചതേയില്ല, കഴിച്ചതേയില്ല. ഗുഹൻ കൊണ്ടുവന്ന പേരാൽ പശ കൊണ്ട് രാമനും ലക്ഷ്മണനും തലമുടി ജടയാക്കി എടുത്തു. എന്നിട്ട് രാമൻ എന്നോട് പറഞ്ഞു, സുമന്ത്രർ പറയുകയാണ്, എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? സുമന്ത്ര, എന്നെ വിചാരിച്ച് ദുഃഖിക്കരുത്. ഒരു കാരണവശാലും എന്നെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദുഃഖിക്കരുത്. നേരെ ചെന്ന് അച്ഛനോട് പ്രത്യേകം എൻ്റെ അന്വേഷണം പറയൂ. എന്നെ വിചാരിച്ചും ഞങ്ങളെ വിചാരിച്ചും തെല്ലും ദുഃഖിക്കരുത് എന്ന് പറയാൻ. അയോധ്യയേക്കാൾ സുഖം എനിക്ക് കാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ അത് സുഖമായി കരുതിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളും. അമ്മയോട് നമസ്കാരം അറിയിക്കണം, എന്നിട്ട് ചിന്തിച്ച് ദുഃഖിക്കരുതെന്നും വൃദ്ധനും ദുഃഖിതനുമായ എൻ്റെ അച്ഛനെ സമാശ്വസിപ്പിക്കണമെന്നും അമ്മയോട് പ്രത്യേകം പറയണം. അപ്പോൾ സീതയും അതുപോലെ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞുവെന്ന് സുമന്ത്രരെ ഓർമ്മിക്കുകയാണ്. ഭർത്തൃമാതാവിനെ എൻ്റെ വിനീത നമസ്കാരം അറിയിക്കൂ. ഭർത്തൃമാതാവിനെ, ഭർത്താവിൻ്റെ അച്ഛനെ നല്ല പറഞ്ഞു, ഭർത്തൃമാതാവിനെ എന്നാണ് പറഞ്ഞത്. അതൊക്കെ അതിനകത്തെല്ലാം ചില മൂല്യബന്ധിതമായ അംശങ്ങളുണ്ട്. വെറുതെ അല്ല എൻ്റെ അമ്മയപ്പനെ അന്വേഷിച്ചെന്ന് പറയണേ എന്നല്ല പറഞ്ഞത്. എൻ്റെ ഭർത്തൃമാതാവിനെ എൻ്റെ സുഖം അതാണ്, അതുകൊണ്ട് വിനീതമായ നമസ്കാരം അറിയിക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 3 പേരും കൂടി തോണിയിൽ കയറി ഗംഗാതി കടന്ന് അക്കരയ്ക്ക് പോയി. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാൻ നോക്കി നിന്നു. എന്നിട്ടാണ് താങ്ങാൻ കഴിയാത്ത ദുഃഖത്തോടെയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത് രാജാവേ എന്ന് പറയുകയാണ്. സുമന്ത്രൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് വളരെയധികം നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് കൗസല്യയും ദശരഥ രാജാവിനോട് പറഞ്ഞു, പ്രിയ പത്നിയായ കൈകേയിക്ക് അങ്ങ് സന്തുഷ്ടനായി വരം കൊടുത്തില്ലേ? ഒരു പരിഭവമാണ് ഇത്, സ്വാഭാവികമല്ലേ? സ്വാഭാവികമായിട്ടും പറയുന്നതാണ്, വരം കൊടുത്തില്ലേ? എന്നിട്ട് അങ്ങ് അവൾക്ക് രാജ്യം കൊടുത്തതിൽ എനിക്ക് പരിഭവമില്ല. എൻ്റെ മകനെ കാട്ടിൽ പറഞ്ഞു അയച്ചെന്തിനാ? അതിന് മറുപടി ഉണ്ടോ? അതും അങ്ങ് ചെയ്തു. എന്നിട്ട് എന്തിനാണ് ഇപ്പം കരയുന്നത്? എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം എന്തിനാ കരയുന്നത്? വെള്ളമെല്ലാം ഒഴുകി പോയിട്ട് അണകെട്ടിട്ട് കാര്യമുണ്ടോ? സേതുർബന്ധം പയസ് ചലിത എന്ന് പറയും. പയസ് വെള്ളമെല്ലാം ഒഴുകി പോയതിന് ശേഷം സേതുർബന്ധം എന്തിനാണ്? അണകെട്ടുന്നത് എന്തിനാണ്? അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയം ചെയ്യുക എന്നുള്ളതാണ്. ഏത് കൗസല്യയുടെ വാക്കാണെങ്കിൽ പോലും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് കർമ്മവും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരുന്നതിന് ശേഷം ആരെങ്കിലും അതിനെ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ചോദ്യം ചോദിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഒഴിവ് കഴിവുകളോ ഉത്തരങ്ങളോ രക്ഷപ്പെടാനുള്ള പഴുതുകളോ വേണ്ടി പറഞ്ഞ് രക്ഷപ്പെടുക നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ഏത് കാര്യം അങ്ങനെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നതാണ് വേണ്ടത്. യഥായോഗ്യം യഥാഫലം കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. യഥാവസരം, അതുകൊണ്ട് യഥാവസരം ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും ചെയ്തില്ല. എന്തായാലും എന്നൊക്കെ പറഞ്ഞ് കുറേ അധിക നേരം ഈ പറഞ്ഞ് ഇതെല്ലാം കേട്ടപ്പോൾ ദശരഥൻ സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നെഞ്ചത്തോട് നിലവിളിച്ചുകൊണ്ട് തറയെ വീണ് കിടന്നുരുണ്ട്, എൻ്റെ രാമ, ഞാൻ അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോയി. എൻ്റെ മുജ്ജന്മത്തിൽ എനിക്ക് സംഭവിച്ച ഓരോ ദുരിതങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്നാണ്. കർമ്മം എപ്പോഴും അങ്ങനെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് നീണ്ടു കിടക്കുക. എപ്പോഴിതിൻ്റെ ആരംഭം, എപ്പോഴിതിൻ്റെ അവസാനം നമുക്ക് അറിഞ്ഞുകൂടാ. എവിടെയാണ് ഇതിൻ്റെ കർമ്മത്തിൻ്റെ ആരംഭം? നമ്മുടെ കർമ്മത്തിൻ്റെ ആരംഭം എവിടെയാണ്? കർമ്മത്തിൻ്റെ അവസാനം എവിടെയാണ്? നമുക്ക് അറിഞ്ഞുകൂടാ. കർമ്മം വരുന്നു, അതിൻ്റെ ഫലങ്ങൾ വരുന്നു, നമ്മൾ വീണ്ടും ആ ദുഃഖകരമാണെങ്കിൽ അതിനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ കർമ്മ ഭാണ്ഡത്തിനകത്ത് കർമ്മത്തിൻ്റെ അളവ് കൂടുന്നു ഒരുപാട്. നമ്മുടെ ഓരോരുത്തരുടെയും ഈ കർമ്മങ്ങൾ, ചെയ്തു പോയ കർമ്മങ്ങളുടെ ഭാണ്ഡക്കെട്ടൊന്ന് അഴിച്ചു വെച്ച് നോക്കൂ. ഏതാണ് നാളേക്ക് സൂക്ഷിക്കാൻ കൊള്ളാവുന്ന കർമ്മമുള്ളത്? എല്ലാം അപ്പോഴേ എടുത്ത് എറിയാൻ തോന്നും. ദുഷ്കർമ്മങ്ങളും കുകർമ്മങ്ങളും നീചകർമ്മങ്ങളും അസത്തായ കാര്യങ്ങളും അസത്തായ വിചാരങ്ങളും മാത്രമാണ്. നമ്മുടെ എല്ലാം മനസ്സൊന്ന് തുറന്നു നോക്കാൻ വേറൊരാളുടെ കയ്യിൽ താക്കോല് കിട്ടിയാൽ അയാൾ നമ്മുടെ മനസ്സിൻ്റെ വാതിലൊന്ന് തുറന്നു നോക്കിയിട്ട് പറയും, ഇവൻ ഇത്രത്തോളം വൃത്തികെട്ടവനായിരുന്നെന്ന് തോന്നും. എല്ലാവരുടെയും മനസ്സിൽ ഈ കലുഷതയുടെ, അധർമ്മത്തിൻ്റെ, ദുരാചാരത്തിൻ്റെ, ദുഷ്പ്രവണതകളുടെ, തിന്മയുടെ ഒക്കെ അംശങ്ങളാണ് കൂടുതൽ കിടക്കുന്നത്. നമ്മളതാരെയും ബോധ്യപ്പെടുത്തുകയില്ല. നമ്മൾ കഴിയുന്നത്ര നല്ലവനാണ്, നല്ലയാളാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ സദാപി ശ്രമിച്ചുകൊണ്ടിരിക്കും.
അതേ ഉള്ളൂ. ഒരിക്കലും നമ്മുടെ തിന്മയുടെ മുഖം മറ്റൊരാളെ കാണിക്കാൻ നമ്മൾ തയ്യാറാവുകയില്ല. അതിനർത്ഥം നമ്മിൽ തിന്മയില്ല എന്നല്ല. തിന്മയുടെ ഒരു കോട്ടയാണ് നമ്മുടെ മനസ്സെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു താക്കോൽ ഒരാളെ കിട്ടിയാൽ തുറന്നു നോക്കാൻ അവസരം കിട്ടിയാൽ നമ്മുടെ ആ ക്ലീൻ ഇമേജ് മുഴുവൻ പോകും, വൃത്തികേടാൻ തോന്നും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് എങ്ങനെയാണോ ഒരു അഴുക്ക് പിടിച്ച പാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നത്, തിരുമ്മി തിളക്കി വയ്ക്കുന്ന ഓട്ടുപാത്രത്തിൽ നിന്ന് ചിതറുന്ന ചുറ്റിലേക്കും പ്രസരിക്കുന്ന രശ്മി എന്ന് പറഞ്ഞതുപോലെ ഈ മനസ്സിനെ ഒന്ന് കഴുകി പ്രകാശം ഉജ്ജ്വലമാക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ഉണ്ടാകേണ്ടത്. അതാണ് കർമ്മശുദ്ധി എന്ന് പറയുന്നത്. ഈ കർമ്മശുദ്ധിയാണ് ആദർശോജ്വലമായ ജീവിതത്തിന് വേണ്ടത്. അത് മാത്രമാണ് മറ്റുള്ളവർക്ക് മാതൃകയായി നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. അത് കണ്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്, കേട്ടറിവ്, ഇങ്ങനെ 4 തരത്തിലാണ് അറിവുള്ളത്. അല്ലാതെ വേറെ അറിവില്ല. കണ്ടറിവ് പരസ്പരം കാണുക എന്നുള്ളത് ഈ ദൃഷ്ടി കൊണ്ട് മാത്രമല്ല, മനസ്സിലാക്കുക എന്നർത്ഥം കൂടിയാണ്. കണ്ടറിവ്, കൊണ്ടറിവ് എന്ന് പറഞ്ഞാൽ കാലം മുള്ളു കൊള്ളുന്നതിൽ കൊള്ളുന്ന അറിവല്ല. കൊള്ളുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക എന്നർത്ഥം. കണ്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ് നൽകുന്നതിലൂടെ, അത് 10 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുക്കണമെന്നല്ല. ഈ കൊടുക്കുക എന്ന് പറയുന്നത് സന്മനോഭാവത്തിലുള്ള സേവനങ്ങളാണ് കൊടുക്കുക. കണ്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്, കേട്ടറിവ്. കേട്ടറിയുകയാണ് നമ്മൾ. അറിവിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം കേട്ടറിയാൻ കഴിയുക. ഈ കേൾവി എങ്ങനെയാണ്? കേൾവി വരുന്നത് നന്മതിന്മകളെ വിവേചനത്തോടെ കേൾക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ല ഒരു ശബ്ദം, ഒരു പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടു പട്ടി കുരയ്ക്കുന്നു എന്ന് പറയാനല്ല. അവിടുത്തെ ആ കേൾക്കുക എന്ന് പറയുന്നത് വിവേചന ബോധത്തോടെ ഒരു വസ്തുതയെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചതുർവിധമായ അറിവാണുള്ളത്. കണ്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്, കേട്ടറിവ്. ഈ ചതുർവിധമായ അറിവുകളിലൂടെയാണ് നാം നല്ല ബോധമുള്ളവരായിട്ട്, നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അങ്ങനെയാണ് നമ്മൾ കീപ്പ് സൂക്ഷിക്കുന്നത്. ബോധമനസ്സ് അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ബോധമനസ്സിൽ നിന്ന് മാത്രമേ നല്ല പ്രതികരണങ്ങളും നല്ല കർമ്മങ്ങളും നല്ല മനോഭാവങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. അവിടെയാണ് യഥാർത്ഥ ഈ മനുഷ്യ സ്വഭാവത്തിലെ ജനറോസിറ്റി എന്ന് പറയുന്നത്, ആത്മാർത്ഥത എന്ന് പറയുക, സിൻസിയറിറ്റി എന്ന് പറയും, അത് ഉണ്ടാകുന്നത്, സഹകരണ മനോഭാവം ഉണ്ടാകുന്നത്, സഹവർത്തിത്വ മനോഭാവം ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദശസന്നെ കൂടെ നിലവിളിച്ച് കടന്നിട്ട് ഭാര്യ അടുത്ത് വിളിച്ചു. ഭാര്യ അദ്ദേഹത്തെ താങ്ങിയിരുത്തി പറഞ്ഞു, കൗസല്യേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇതുവരെ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. നിന്നോട് മാത്രമേ എനിക്ക് ആ ഒരു കാര്യം പറയാനുള്ളൂ. കാരണം ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീയെങ്കിലും ആ കാര്യം അറിയണം. എന്തുകൊണ്ടാണ് എനിക്ക് ഈ പുത്രദുഃഖം ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള കാര്യം. എന്നിട്ടാണ് ദശരഥൻ തൻ്റെ യൗവനകാലത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഈ ദശരഥൻ കാട്ടിലേക്ക് വേട്ടയ്ക്കായിട്ട് പോകുന്നുണ്ട്. അന്നത്തെ ഒരു വിനോദമാണ്. ഇഷ്ടംപോലെ വനങ്ങളുണ്ട്. ഇന്ന് 17% വനങ്ങളേ ഉള്ളല്ലോ. മറ്റേതങ്ങനെയല്ല, പകുതിയിലധികം നമ്മുടെ പ്രദേശങ്ങളിൽ വനങ്ങളായിരുന്നു. ഹിംസ്ര ജന്തുക്കൾ ധാരാളമുണ്ട്. വ്യായാമത്തിനും ആയുധാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് അമ്പയച്ചു കൊള്ളിക്കുന്നതിനും ആക്രമണോത്സുകമായ തൻ്റെ ആ മനോഭാവം വെളിപ്പെടുത്തുന്നതിനുമൊക്കെ ഈ കാട്ടിലെ ദുഷ്ടമൃഗങ്ങളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതിനായി ഈ ഹണ്ടിങ് അല്ലെങ്കിൽ വേട്ട എന്ന് പറയുന്നത് മൃഗയാ വിനോദം എന്ന് പറയും. മൃഗയാ വിനോദം അതിന് പേര് വരാൻ കാരണം മാനിനെയാണ് കൂടുതലും കൊന്നൊടുക്കുന്നത്. മാനിറച്ചി മേധ്യമാണ്, കഴിക്കാൻ കൊള്ളാവുന്നതാണ്, എളുപ്പം പിടിക്കാനും കഴിയും എന്നുള്ളത് അമ്പയച്ചാൽ. ഹിംസ്ര ജന്തുക്കളെ അങ്ങനെയല്ല. മൃഗം എന്നുള്ള വാക്കിന് മാൻ എന്ന അർത്ഥം. നമ്മൾ സാധാരണ മൃഗങ്ങൾ എന്ന് പറയുമല്ലോ, അതല്ല അർത്ഥം. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആനിമൽ എന്നുള്ള അർത്ഥത്തിൽ എല്ലാത്തിനും പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ സംസ്കൃതി പശു എന്ന് പറയണം. നമ്മൾ പശു എന്ന് പറഞ്ഞാൽ ഗോവിനെയാണ്. ഗോവാണ് പശുവിന് ഉള്ള ശരിയായ വാക്ക് ഗോവ് എന്നാണ്. ഗോഹോ എന്നാണ് ഗോവ് എന്ന് പറയും. ആ ഗോവ് എന്ന വാക്കിൽ നിന്നാണ് കൗ എന്നുള്ള ഇംഗ്ലീഷ് വാക്കുണ്ടാകുന്നത്. ഗോവ് അതാണ് കൗ എന്ന് ഇംഗ്ലീഷിലേക്ക് ഉണ്ടായത്. അങ്ങനെയാണ്. അപ്പോൾ അതാണ് പശു എന്ന് പറയുമ്പം മൃഗം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നമ്മളത് പശുവിനെ, കന്നാലികളെയെല്ലാം പശു എന്നുള്ള രീതി പറയാറുണ്ട്. ആട്, പോത്ത്, എരുമ, പശു ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനല്ലത്. മൃഗം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാൻ എന്നാണ്. അതാ മൃഗയാ എന്ന് പറയുന്നതാണ്. അങ്ങനെ നായാട്ട് എന്ന് പറയും. അപ്പോൾ ആ നായാട്ടിൽ ഹിംസ്ര ജന്തുക്കളെയൊക്കെ ധാരാളമായിട്ട് കൊന്നൊടുക്കും. അങ്ങനെ കൊന്നൊടുക്കി നടക്കുമ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ കാട്ടാനകളെ ആണ് അമ്പ ചെയ്ത് വീഴ്ത്തുക എന്നുള്ളത്. കാട്ടാനയാവും വലിയ ശരീരമായതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് അമ്പായി എളുപ്പമാണ്, ശരീരം വലുതായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ വേട്ടയ്ക്ക് പോകുമ്പോൾ, നായാട്ടനായി പോകുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോഴങ്ങനെ ഈ കാട്ടാനയുടെ ശല്യമുള്ള ഒരു സ്ഥലത്ത് ഇദ്ദേഹം എത്തിപ്പെട്ടു. കൂട്ടത്തിൽ നിന്നെല്ലാം വേറെ പിരിഞ്ഞ് ഒറ്റയായി പോവുകയും ചെയ്തു. അവൻ എങ്ങോട്ട് പോകും? അങ്ങനെ നേരെ സന്ധ്യയായി.
നല്ലോണം ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അസ്ത്രശസ്ത്ര ഒരു നൈപുണ്യമുണ്ട്. ശബ്ദവേദനം എന്ന് പറയുന്ന ഒരു ആയുധമുറ ദശരഥനറിയാം. ശബ്ദവേദനം, ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പയച്ചാൽ മതി, ആ ജീവി ഏതാണോ ആ ജീവിയെ വധിക്കാൻ പറ്റും. ഇത് തന്നെയാണ് പണ്ട് പിൽക്കാലത്ത് ഏകലവ്യൻ ചെയ്തത്. ഏകലവ്യൻ ദ്രോണാചാര്യരുടെ മാനസ ശിഷ്യനായിട്ട് അറിയപ്പെടുന്ന കുംഭകർണത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. നേരിട്ട് കാണാതെ ഗുരുവിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആരുടെ ശിഷ്യനാണോ ഇയാളെന്ന് ചോദിച്ചാൽ പറയും ഞാൻ ദ്രോണാചാര്യയുടെ ശിഷ്യനാണ്. പക്ഷേ ദ്രോണാചാര്യരോട്ട് അറിഞ്ഞിട്ടുമില്ല. സ്വയം അസ്ത്രശസ്ത്രാദികൾ പഠിക്കുകയും ഈ പാണ്ഡവരും കൗരവരും കൂടെ കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ നായയെ കൂടെ കൊണ്ടുപോകുമല്ലോ. അത് ഏറ്റവും ആദ്യത്തെ വളർത്തുമൃഗങ്ങളിലൊന്നാണ് നായ. നായയെ കൂടെ കൊണ്ടുപോകും. മണം പിടിക്കാനും ശത്രുക്കളുടെ സാമീപ്യം കണ്ടറിയാനും ഒക്കെ നായ്ക്ക് വലിയ കഴിവാണ്. ഇന്ന് നമ്മൾ പോലീസ് നായൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ എന്തായാലും ആ നായുണ്ട്. ആ നായ കുറച്ച് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ തനിക്ക് തൻ്റെ ആയുധാഭ്യാസ പരിശീലനത്തിനും ധ്യാനത്തിനും തടസ്സമാണെന്ന് പറഞ്ഞിട്ട് ഏകലവ്യൻ ശബ്ദത്തെ ലക്ഷ്യമാക്കി ഒരസ്ത്രം തൊടുത്തു. ആ നായയുടെ വായ്ക്കകത്ത് തന്നെ അമ്പെയ്തു കൊണ്ടു. അയ്യോ, ഇത്ര ദൂരത്ത് നിന്ന് എവിടെ നിന്ന് വന്ന ഒരു അസ്ത്രമാണ് ഈ നായയുടെ വായി. കുരയുടെ ആരംഭം വന്ന ഈ നായയുടെ വായിൽ തന്നെ ഈ അസ്ത്രം എങ്ങനെയാണ് എഴുതി പിടിപ്പിച്ചതെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. വിശേഷിച്ചും അർജുനൻ ഒരു അഹന്ത ഉണ്ടായിരുന്നു. ദ്രോണശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും മുമ്പനും വമ്പനും താൻ തന്നെയാണ് എന്ന് മാത്രമല്ല അർജുനൻ സവ്യസാചിയാണ്. സവ്യസാചി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൈ കൊണ്ടും അമ്പ അയക്കാൻ കഴിയുന്ന സാമർഥ്യം. വലത് കൈ കൊണ്ടും അമ്പ അയക്കാൻ പറ്റും, ഇടത് കൈ കൊണ്ടും അമ്പ അയക്കാൻ പറ്റും. ഇതിനാണ് സവ്യസാചി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ധാർഷ്ട്യവും അഹന്തയും ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ ഇത് കണ്ടപ്പോൾ അയാളുടെ അഹങ്കാരം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തി. ആ കണ്ടെത്തിയപ്പോൾ ഏകലവ്യനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തോട് ദ്രോണാചാര്യർ അല്പം അസൂയുള്ളവനായിട്ട് പറയുകയാണ്, ഗുരുദക്ഷിണ തരണം, അത് നിൻ്റെ വലത് കൈയിലെ പെരുവിരൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വിരൽ ഛേദിച്ച് വാങ്ങിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു കഥ അങ്ങനെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ദശരഥൻ ഈ ലക്ഷ്യവേദനം, ഈ ശബ്ദവേദനം നടത്താൻ കഴിവുള്ളവരാണ്. അങ്ങനെ രാത്രി ഇരിക്കുമ്പോൾ ആന വന്ന് തുമ്പിക്കൈ കൊണ്ട് അടുത്തുള്ള ജലാശയത്തിൽ നിന്ന് വെള്ളം ഈ തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുക്കുമ്പം കുട്ടു എന്നൊരു ശബ്ദമുണ്ട്. ഈ ശബ്ദം ഇത് ആനയാണല്ലോ, ഈ ആനയെ വിട്ടുകൂടാ, ഈ കാട്ടാനയല്ലേ, ആക്രമണകാരിയാണ്, അതിന് നിനക്ക് അമ്പ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ ദശരഥ മഹാരാജാവ് അമ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അമ്പ് ആനയുടെ ചിഹ്നം വിളിയല്ല കേൾക്കുന്നത്. അയ്യോ എന്നെ ആരാണോ ഇങ്ങനെ അമ്പയച്ച് കൊല്ലുന്നത്, ഞാൻ എന്ത് പാതകം ചെയ്തിട്ടോ, ആരോടും ഞാനൊരു പാപം ചെയ്തിട്ടില്ല, എനിക്കെന്താ ഇങ്ങനെ ദുർവിധി വരാൻ കാരണം, എൻ്റെ അന്ധരായ അച്ഛനെയും അമ്മയും എങ്ങനെ ആരാണ് സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിദേവനങ്ങളും നിലവിളിയും കരച്ചിലും ഒക്കെ വേദന കൊണ്ട് വിളയുന്ന ഒരു നാദുമൊക്കെ കേട്ടു. ദശരഥൻ അമ്പരന്ന് പോയി. താൻ പ്രതീക്ഷിക്കാതെ താൻ അറിയാതെ ചെയ്തു പോയ എന്തോ ഒരു കുറ്റമാണല്ലോ എന്ന് പെട്ടെന്ന് ഒരു പശ്ചാത്താപം തോന്നുന്നു ഓടിച്ചില്ലെന്ന്. അവിടെ ചെന്നപ്പോൾ ഒരു മുനികുമാരൻ അവിടെ അസ്ത്രമേറ്റ് കിടന്ന് പിടയ്ക്കുകയാണ്. രാജാവിനെ കണ്ടു. ഈ മുനികുമാരൻ പണ്ട് ദശരഥനെ കണ്ടിട്ടുണ്ട്. അപ്പം തിരിച്ചറിഞ്ഞു. അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇപ്രകാരം കൊന്നത്? എൻ്റെ അന്ധരായ അച്ഛനമ്മമാർക്ക് ആരാണ് ഇനിയുള്ളത്? അവരെ സംരക്ഷിക്കാൻ ആരാണ് ഇനിയുള്ളത്? എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ ആതുരനായി കഠിനമായ വേദന, ദുസ്സഹമായ വേദന അനുഭവിക്കുക. അസഹ്യമായ വേദനയല്ല, അത് ദുസ്സഹമായ വേദനയാണ്. എപ്പോഴും വേദനയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അസഹ്യമായ വേദനയാണെങ്കിൽ ചത്തുവും, അത് സഹിക്കാൻ നോക്കിയല്ല. ഇതിപ്പോൾ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സംസാരിച്ച് നിർത്തുന്നത് വരെ, തീരുന്നത് വരെ, മരിക്കുന്നത് വരെ അയാൾക്ക് ദുസ്സഹമായ വേദനയാണ്, ദുഃഖിച്ചാൽ സഹിക്കാവുന്ന വേദനയാണ്. അപ്പോൾ അങ്ങനെ ആ വേദന അനുഭവിച്ചു നിലവിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് വേഗം പോയി അച്ഛനെയും അമ്മയെ സമാധാനിപ്പിക്കുക, അവരുടെ ശാപമേൽക്കാതെ അങ്ങ് നോക്കണം. വേഗം ഒന്നുകിൽ ഈ അസ്ത്രം വലിച്ചൂരുക, അല്ലെ എന്നെ വീണ്ടും തല്ലി കൊന്നേക്കുക. വസ്ത്രം വലിച്ചൂരിയാൽ വേദന പോകും, മരിക്കുകയും ചെയ്യും. അസ്ത്രം വെച്ചിരുന്നാൽ വേദന കൂടുകയുള്ളൂ. എന്ത് ചെയ്യണം? രാജാവ് എന്തായാലും ആ അസ്ത്രം, പറഞ്ഞു കയറിയിരുന്ന അസ്ത്രം പണിപ്പെട്ടാണെങ്കിലും ആ ദശരഥൻ അസ്ത്രം വലിച്ചൂരിയെടുത്തു. രക്തം ഇങ്ങനെ ചുറ്റിലേക്കും ചീറ്റി ഒഴുകി. അല്പനേരം കിടന്നു. അതിനുശേഷം എങ്ങോട്ടൊന്നില്ലാതെ കൺമിഴിച്ച് നോക്കി. ഈ ചെറിയ പയ്യൻ കൺമിഴിച്ച് നോക്കി. പെട്ടെന്ന് ശ്വാസം നിലയ്ക്കുകയും ചെയ്തു. തൻ്റെ കൈ കൊണ്ട് നിരപരാധിയായ ഒരു ആൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. താൻ അറിയാതെ ചെയ്ത ഒരു അപരാധം. അതിനെന്ത് ശിക്ഷയാണ് താൻ ഏൽക്കേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചു, ഭയപ്പെട്ടു ദശരഥൻ. എന്നിട്ട് അവിടുന്ന് അന്വേഷിച്ച് നടന്നു. എവിടെയാണ് ഈ അച്ഛനും അമ്മയും ഉള്ളത് എന്ന് അറിയാനായിട്ട് ചെന്നു.
ചെന്നപ്പോൾ ചെറുക്കൻ പോയിട്ട് കുറേ നേരമായി, വെള്ളം എടുക്കാൻ പോകാമെന്നും പറഞ്ഞ് പോയതാ, ഇവനെ കാണുന്നില്ല, കുറേ നേരമായി. അപ്പോൾ പാദപതനം കേട്ടിട്ട് ശബ്ദം, പിന്നെ ആരോ നടന്നു വരുന്ന ഇലച്ചകളിൽ ചവിട്ടി നടുമ്പോൾ കിരികിരാന്നുള്ള ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കേട്ട് നടന്നു ചെല്ലുന്നത് കേട്ടപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ചോദിച്ചു, മോനെ നീ എന്താ ഇത്രയധികം താമസിച്ചത്? എത്ര നേരം കൊണ്ട് ഇരിക്കുകയാണ്? നിൻ്റെ അമ്മ വെള്ളം കുടിക്കാതെ ദാഹിച്ചു വലഞ്ഞിരിക്കുന്നത് നിനക്ക് അറിഞ്ഞുകൂടെ? അവൾക്ക് ആദ്യം ദാഹിശമിക്കാൻ വെള്ളം കൊടു, ആ വെള്ളം കൊടുത്തിട്ട് എന്താ താമസിച്ചതെന്ന് വിവരം പറ. എന്താ ഇത്ര താമസിച്ചത്? നീ എവിടെ പോയി? വഴിയിൽ ആരെങ്കിലും കണ്ടുമുട്ടിയോ? എന്താണ് സംഭവിച്ചത്? വേഗം പറ എന്നും മറ്റുമൊക്കെ അച്ഛൻ ചോദിക്കുകയാണ്. ദശരഥന് പറയാമോ? പറയാൻ വയ്യ. പറയാതിരിക്കാമോ? അത് വയ്യ. എങ്കിലും വളരെ വിഷമിച്ച് ദശരഥൻ പറഞ്ഞു, മുനി, തപശ്ചര്യ നടത്തുന്ന ആളുകളാണ് അവർ, മുനിയും മുനിയുടെ ഭാര്യയുമാണ്. പറഞ്ഞു, ഞാനിങ്ങനെ കോസലത്തിലെ രാജാവായ ദശരഥനാണ്, ഞാൻ കാട്ടിലിങ്ങനെ നായാട്ടിന് വേണ്ടി വന്നതാണ്. രാത്രി ഇങ്ങനെ ആനയുടെ ആ കാട്ടാനയെ അമ്പയിച്ച് കൊല്ലുകയാണെന്ന് വിചാരിച്ച് ഞാൻ അസ്ത്രം അയച്ചത് അങ്ങയുടെ മകൻ്റെ ദേഹത്തായിപ്പോയി എന്ന്. ഇത് കേട്ടപാടെ ഇയാൾ അവിടെ നിന്ന് ഉരുണ്ട് പുരണ്ട് എഴുന്നേൽക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് ഒരുപാട് ചീത്ത പറയുകയാണ്. ദശരഥൻ, എനിക്കെങ്ങനെയാണോ പുത്രദുഃഖം ഉണ്ടായത് അതുപോലെ നിനക്കും പുത്രദുഃഖം ഉണ്ടായി, നീ നശിച്ചോട്ടെ. ഒരു ശാപമാണ്. ശപിക്കാനൊക്കെ കഴിയുമല്ലോ, ഇന്നും കഴിയുന്നതാണ്. നീ മുടിഞ്ഞു പോകണമെന്നല്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തായാലും ചെറിയെങ്കിൽ ശല്യങ്ങളും ഉണ്ടാവാതിരിക്കില്ല. നമ്മൾ എത്രത്തോളം ഔചിത്യത്തോടെയാണ് ചെയ്യുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മിലാണ് ഔചിത്യവും ധർമ്മവും സത്യവും ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ പറഞ്ഞാലും കുറച്ചൊക്കെ ഫലിക്കുകയും എന്തോ അത് സംഭവിക്കാറുണ്ട് പലപ്പോഴും പലരെങ്കിലും. തീരെ നിരാകരിക്കാവുന്നൊരു കാര്യമല്ല ഈ ശപിക്കുക എന്ന് പറയുന്നത്. എന്നാലും അന്നൊക്കെ പെട്ടെന്ന് ശപിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ ജീവിതചര്യകളും മറ്റുമൊക്കെ ആയിരിക്കാവുന്ന കാരണം. എന്തായാലും ഈ ശാപവുമായിട്ടാണ് ഞാൻ മടങ്ങിയത്. ദശരഥൻ പറഞ്ഞു നിർത്തി, ദീർഘമായി നിശ്വസിച്ചു. അതുകൊണ്ട് തീർച്ചയായും ശ്രവണകുമാരൻ എന്നാണ് ഒരിടത്ത് കാണുന്ന ആ കുട്ടിയുടെ പേര്. മരിച്ചുപോയ ആളെ മുനികുമാരൻ്റെ പേര് ശ്രവണകുമാരൻ എന്ന് ഇതിലടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ കുട്ടി മരണപ്പെട്ടു. ശ്രാദ്ധാദി കർമ്മങ്ങൾ, ശവസംസ്കാരാദി കർമ്മങ്ങളൊക്കെ അദ്ദേഹം അവിടെ ചെയ്തതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ മുനിയുടെ ഭാര്യയും ആ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ 3 ജീവൻ്റെ ഉത്തരവാദിത്വം ഈ ദശരഥനിൽ വന്നു ചേരുകയാണ്. തീർച്ചയായും ഈ ദോഷത്തിൻ്റെ, ഞാൻ ചെയ്തു പോയ, അറിയാതെയാണെങ്കിലും ചെയ്തു പോയ പാപകർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരും. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതല്ലേ. അപ്പോൾ ദശരഥന് അറിയാതെയാണെങ്കിലും സംഭവിച്ചു പോയ ഈ പാപകർമ്മത്തിൻ്റെ, ദുഷ്ടജന്മത്തിൻ്റെ, ഈ പാതകത്തിൻ്റെ ഫലം അയാൾ അനുഭവിക്കാതെ തരമില്ലെന്ന് വന്നു. സൂര്യവംശത്തിലെ അതിശക്തനായ ഭരണാധികാരിയായിരുന്നു ദശരഥൻ. എത്രയധികം ശക്തി ഉണ്ട്, എത്രയധികം ധർമ്മമുണ്ട്, എത്രയധികം നീതിയുണ്ട്. ഈ സൂര്യവംശം സൂക്ഷിച്ച് ഉപയോഗിച്ച ധർമാദർശങ്ങളുടെ എല്ലാം പിന്നെ പിൽക്കാല അവകാശിയും പിൽക്കാലത്തുള്ള പിൻഗാമിയുമാണ് ഈ ദശരഥൻ. മൂല്യസങ്കല്പങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഭരിച്ച ഒരു രാജാവാണ്. ദേവന്മാർക്ക് പോലും സഹായിയായും സുഹൃത്തായും വരുന്ന ആളാണ് ഈ ദശരഥ രാജാവ്. 10 ദിക്കിലേക്കും അസ്ത്രം അയക്കാൻ കഴിയുന്ന, പോയി യുദ്ധം ചെയ്യാൻ കഴിയുന്ന യുദ്ധ നൈപുണ്യം സമ്പാദിച്ച ആളാണ് ദശരഥൻ. ആളുകൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട രാജാവാണ് ദശരഥൻ. ധർമ്മത്തിലും സത്യത്തിലും ഊന്നിയ ഭരണക്രമം നൽകുകയും ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാകുന്നിടത്തെല്ലാം ഓടിയെത്തുകയും അവിടെ ആശ്വാസങ്ങളും അതിനുള്ള പരിഹാരങ്ങളും സദാ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭരണാധികാരിയായിരുന്നു ദശരഥൻ. എന്നിട്ടും അദ്ദേഹത്തിന് വന്നുപെട്ട ഈ ദുർഗതി, ഈ ദുര്യോഗം ചിന്തനീയമാണ്. ഏത് മനുഷ്യൻ്റെയും ധർമ്മകർമ്മങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ചിലർ പറയുമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എൻ്റെ അധർമ്മം ചെയ്തിട്ടില്ല, മറ്റൊരാളെ വേദനിപ്പിച്ച് ഞാൻ ഒരു ദുഷ്ടതയും ചെയ്തിട്ടില്ല, കഴിഞ്ഞ ജന്മത്തെങ്ങാനും ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ, എന്താ എനിക്കിങ്ങനെ വരാൻ, ഈ ഭഗവാൻ എന്നെ മാത്രമേ ഇങ്ങനെ പരീക്ഷിക്കുന്നുള്ളല്ലോ എന്ന് പറയും. നമ്മുടെ കർമ്മങ്ങൾ സുപരീക്ഷിതമാകണം എന്നുള്ളതാണ്. ക്ഷീരബല എന്ന് പറയുന്നൊരു മരുന്നുണ്ട് ആയുർവേദത്തിൽ. 108 ഉരു അതിനെ ശുദ്ധി ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നു. അത്ര ശുദ്ധി ചെയ്യണം. ഭസ്മം ഉണ്ടാക്കുന്ന വിധി എങ്ങനെ, എത്ര ശുദ്ധി ചെയ്തിട്ടാണ്. ശിവരാത്രി ദിവസം, കുംഭമാസത്തിലെ ശിവരാത്രി ദിവസം വൈകുന്നേരം ഉമി കൂട്ടിയിട്ട് ഉമിക്കകത്ത് ഈ ചാണകം പരത്തി വെച്ച്, ഉണങ്ങിയ ചാണകം ഇങ്ങനെ അപ്പം പോലെ പരത്തിയെടുക്കുക. ചാണകപ്പരളെന്നാണ് നമ്മളെല്ലാം പറയുന്നത്. അതിങ്ങനെ ചേർത്ത് വെച്ച് ഉമി ഇട്ടിട്ട് തീ കത്തിച്ച് പിറ്റേന്നാൾ രാവിലെ ആ തീ അണയുന്ന സമയത്ത് ആ ഉമി നീക്കി കളഞ്ഞിട്ട് ആ വെന്ത ചാണകം അതുപോലെ പെറുക്കിയെടുത്ത് വെള്ളത്തിൽ കലക്കി തെളിഞ്ഞ് വരുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളയും. വീണ്ടും വെള്ളം ഒഴിക്കും. പിന്നെയും അത് ഊറ്റി കളഞ്ഞ് വീണ്ടും ഉണക്കും.
അങ്ങനെ പല പ്രാവശ്യം 21 ദിവസം എങ്കിലും വേണമെന്നാണ് ഇങ്ങനെ അടിഞ്ഞു വരുന്നത്. ഊറ്റിക്കളഞ്ഞിട്ട് ആ അവശേഷിക്കുന്ന ഈ ചെളി പോലുള്ള സാധനം ഉരുട്ടി തണലിൽ അല്ലെങ്കിൽ നിഴലിൽ ഉണക്കണം. അങ്ങനെ ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന ഭസ്മം ഔഷധമാണ്. മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും അത് കൊടുക്കാൻ കൊള്ളാവുന്ന ഭസ്മം ഔഷധമാണ്. സിദ്ധവൈദ്യത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ആയുർവേദം, യുനാനി എന്നൊക്കെ ഹോമിയോപ്പതി എന്നൊക്കെ പറയുന്ന പോലെ ഒരു വൈദ്യമാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. ആ സിദ്ധവൈദ്യത്തിലെല്ലാം ഈ ചൂർണ്ണവിധിയാണ്, ഭസ്മവിധിയാണ്. താമ്രഭസ്മം ചെമ്പ് കൊണ്ടുണ്ട്, സ്വർണ്ണഭസ്മം, തങ്കഭസ്മം എന്ന് പറയും, രസഭസ്മമുണ്ട്, മെർക്കുറി ഉണ്ട് എടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഭസ്മങ്ങളുണ്ട്. അനുഭവ ബ്രഹ്മവൈദ്യ ചിന്താമണി എന്നുള്ള പുസ്തകമാണ് എൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സിദ്ധവൈദ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശുദ്ധി ചെയ്തെടുക്കുക, ഇതുമാതിരി ഭസ്മം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് അസുഖങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രക്രിയ അവിടെ നടത്തേണ്ടതുണ്ട്. ഇതുപോലെ ആത്മസംസ്കരണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയാലൊക്കെ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ കർമ്മങ്ങളെ ഇതിൽ സുപരീക്ഷിതമായ അവസ്ഥയിൽ കൊണ്ടുപോയിട്ടാണ് അത് സൂക്ഷിക്കുക, ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കർമ്മം അവിടെ ചെയ്യണം. അപ്പോൾ ആ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ നമ്മൾ വിചാരിക്കും നമ്മളറിയാതെ എന്തോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയല്ല. സൃഷ്ടാവ്, സൃഷ്ടിച്ച ഈശ്വരൻ നമ്മുടെ അനുഭവത്തെ ഈ രീതിയിലൊക്കെ പരിവർത്തിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് യുക്തിസഹമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നന്മ കൂടുതലുള്ള ആളുകൾക്ക്, ധർമാതൃതമായി ജീവിച്ചു പോകുന്ന ആളുകൾക്ക് ഏറെയേറെ ദുഃഖങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു പരമാർത്ഥമാണ്. അതിൻ്റെ സയുക്തികമായ സാഹചര്യം എവിടെയെന്ന് ഉള്ളത് അനലൈസ് ചെയ്യാൻ, വിശദീകരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അങ്ങനെയാണ്. എന്തായാലും ശരി, ഇങ്ങനെ ഈ ശ്രവണകുമാരൻ്റെ ശവദാഹവും കഴിഞ്ഞ് കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞ് ഒരു പിന്നെയാണ് ഈ കൗസല്യ വിവാഹം കഴിക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ കേട്ടത്. അപ്പോൾ ആ ഒരു സംഭവം ദശരഥൻ്റെ ജീവിതത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ സംഭവം കൊണ്ട് ദശരഥൻ്റെ രാമൻ പിരിഞ്ഞതിലുള്ള ദുഃഖം ഉണ്ടാകുന്ന ആ സന്ദർഭത്തെ ഒന്ന് സമർത്ഥിക്കാനും ന്യായീകരിക്കാനും കവി ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് കാര്യമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞു രാജാവിന് ബോധക്കേടുണ്ടായി. 2-3 പ്രാവശ്യം അദ്ദേഹം ബോധം കെട്ട് കിടന്നു. എന്നിട്ട് വീണ്ടും ഉണർന്നു. ശീതളോപചാരം ചെയ്ത് വെള്ളം തളിച്ച് ബോധം വരുന്നു. പിന്നെയും അങ്ങനെയായി. ഏതാണ്ട് വെളുപ്പാങ്കാലമായപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്ന് മയങ്ങി. പിന്നെ ദശരഥൻ എഴുന്നേറ്റിട്ടില്ല. ഉടനെ കൂട്ടാരത്തുകാരും ബഹളമായി. എല്ലാവരും പറഞ്ഞു, വസിഷ്ഠനോട് ചെന്ന് പറഞ്ഞു. വസിഷ്ഠ കുലഗുരുവാണല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഗുരു എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ വസിഷ്ഠനുണ്ട്. വസിഷ്ഠനോട് ഓടിപ്പോയി ചെന്ന് വിവരം പറഞ്ഞു. വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി കൗസല്യയുടെ അന്തഃപുരത്തിൽ വന്നു. മരിച്ച രാജാവിൻ്റെ ശരീരം കേടുവരാതെ എണ്ണത്തോണിയിൽ കിടത്തി. ഇപ്പം നമ്മളെ എംബാം ചെയ്ത് വെക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ പണ്ട് എണ്ണത്തോണിയിലാണ്. ഒരു തടി കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം തടിയാണ്. ആ തടി ഉണ്ടാക്കുന്ന തോണി. ആ തോണിക്കകത്ത് ഔഷധങ്ങളെല്ലാം ചേർന്നുള്ള എണ്ണ. ആ എണ്ണയ്ക്കകത്ത് ശവശരീരം കിടത്തി കഴിഞ്ഞാൽ ഈ കൃമി ഉണ്ടാവില്ല. എണ്ണത്തോണിയിൽ കിടത്തി സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു. പിന്നെ വസിഷ്ഠൻ മറ്റ് ദൂതന്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ കുതിരപ്പുറത്ത് കയറി വേഗം കേകയ രാജ്യത്തേക്ക് പോകണം. അവിടെ ചെന്ന് പറയണം, ഭരതനോടും ശത്രുഘ്നോടും ഉടനെ അയോധ്യ എത്താൻ പറയണം. അത്യാഹിതം സംഭവിച്ച കാര്യമായിട്ടൊന്നും സൂചിപ്പിക്കേണ്ട, പക്ഷേ ഇവരൊന്നും അറിയിക്കണം, അതിന് വേഗം പോരണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ അവിടെ എത്തി. ഇത് കേട്ട ഭരതൻ തൻ്റെ അമ്മാവനായ യുധാജിത്തിനോട് പറഞ്ഞു, പിന്നെ ഈ ഭരതനും ശത്രുഘ്നും ഉടനെ അയോധ്യയിലേക്ക് വരാനാണ് വസിഷ്ഠ മഹർഷി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോവുകയാണ്, എന്തോ അത്യാഹിതമുണ്ട്. അങ്ങനെ വേഗം തന്നെ ഭരതനും ശത്രുഘ്നും ദീർഘദൂരം അവിടെ നിന്നാണെന്ന് പറയേണ്ടത്. കേകയ രാജ്യത്ത് നിന്ന് ഒരുപാട്, അന്ന് നമ്മുടെ ഈ രാജ്യം ഇന്നത്തെ പോലെ ഭാരതത്തിൻ്റെ ഇത്തരം ഭാഗങ്ങളല്ല. അന്ന് ആ രാജ്യത്തിന് പറയുന്നത് ആര്യാവർത്തം എന്നാണ് മുഴുവൻ സ്ഥലത്തിൻ്റെയും പേര്. ആര്യാവർത്തത്തിൽ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മുടെ ഈ അയോധ്യ എന്ന് പറയുന്നത്. ആര്യാവർത്തം എന്ന് പറയും അത്. പിന്നെയാണത് ഇത് അഫ്ഗാനിസ്ഥാൻ, സിന്ധ്, ബലൂചിസ്ഥാൻ തുടങ്ങിയുള്ള സ്ഥലങ്ങളൊക്കെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. കാൻഡഹാർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗാന്ധാരം എന്നുള്ള സ്ഥലമാണ്. മഹാഭാരതത്തിലെ സൈന്ധവം എന്ന രാജ്യമാണ് സിന്ധ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദുക്കുഷ് പർവ്വതങ്ങൾക്ക് അപ്പുറമൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ അത് എല്ലാം ഭാരതത്തിൻ്റെ വകയായിട്ട് കിടന്നിരുന്നു. അന്ന് ഇത്രയധികം മഞ്ഞുവീഴ്ചകൾ ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് അതെല്ലാം ജനവാസയോഗ്യമായ സ്ഥലങ്ങളായിരുന്നു. പിൽക്കാലത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ധാരാളമായി വന്നതുകൊണ്ട് അത് ജനവാസയോഗ്യമല്ലാതായി തീരുകയാണ്, മഞ്ഞ് മൂടിയ പ്രദേശങ്ങളായി കിടക്കുന്നുള്ളതാണ്. ഇപ്പോഴും ഹിമാലയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആളുകളുണ്ട്. ഹിമാലയത്തിൻ്റെ ഉള്ളിൽ മഞ്ഞിനകത്ത് കഴിയുന്ന ആളുകളുണ്ട്. യോഗിനി എന്ന് പറയുന്ന വിഭാഗക്കാർ അവിടെ താമസിക്കുന്നത്.
അവർ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഒരു സാമ്രാജ്യമായി അവിടെ ഒരു രാജ്യം തന്നെ ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. സന്ദർശകന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടത് വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും ഈ കേകയ രാജ്യത്ത് നിന്ന് ഭരതനും ശത്രുഘ്നും കൂടി എത്തി. അയോധ്യയിലെത്തി. ഭരതനെ കണ്ട കൈകേയി വളരെ സന്തോഷത്തോടുകൂടി മകനെ കെട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത്, നിൻ്റെ ഭാഗ്യം കൊണ്ട് നിനക്കിപ്പോൾ സുഖിക്കാനുള്ള അവസരം എത്തിച്ചേർന്നിരിക്കുന്നു മകനെ, അതുകൊണ്ട് നീ സുഖിയായിരിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഭരതൻ ഇങ്ങോട്ട് പോരുന്നതിന് തലേ ദിവസം രാത്രി ചില ദുസ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു. അവിടെയാണ് സ്വപ്നം ചിലർക്ക് ചില കാലം ഒക്കണം എന്ന് പറയും. വിശേഷിച്ചും വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് പറയുന്ന ആളുകൾ. വെറുതെ ആണോ എന്ന് എനിക്കറിയാൻ വയ്യ, കാര്യമുണ്ടോയെന്ന് അറിയാൻ വയ്യ, പക്ഷെ അങ്ങനെ പറയാറുണ്ട്. വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും അത്രയും. എന്തായാലും സ്വപ്നം ചിലർക്ക് ചില കാലം ഒക്കണം എന്നുള്ള കാര്യം എഴുത്തച്ഛനും സമ്മതിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അത് ശരിയായിട്ട് വരും എന്നാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ സ്വപ്നം എന്തായിരുന്നു? ആ വഴിക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പല ദുഷ്ശകനങ്ങളും കണ്ടിരുന്നു. ആ ദുസ്വപ്നം കണ്ടതുപോലെ തന്നെ എന്തൊക്കെയാണോ കണ്ടത് അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണം ഇപ്പം ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. രാത്രി നമ്മൾ സ്വപ്നം കാണുന്നു. സ്വർണ്ണ മരം സ്വപ്നം കണ്ടാൽ അത് നമ്മുടെ മരണത്തോട് അടുക്കുമെന്നാണ്. അതുപോലെ മരിച്ചുപോയ ആളുകൾ നമ്മളെ വിളിച്ച് സ്വർഗത്തിലേക്ക് വിളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമുക്ക് രോഗമോ മരണമോ അടുത്തിരിക്കുന്നു എന്നാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പല ആളുകൾ പറയുന്നുണ്ട്. ഇതിൽ യുക്തിപരമായ അംശങ്ങൾ വ്യാഖ്യാനിക്കാനൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല, ഈ വസ്തുത എങ്ങനെയാണെന്നറിയില്ല. എങ്കിലും അപ്പോൾ ഇവിടെ ഭരതൻ കണ്ട ദുസ്വപ്നത്തിനകത്ത് കണ്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മാർഗമധ്യേ പലയിടങ്ങളിലായിട്ട് ദുഷ്ശകുനങ്ങളായിട്ട് കാണുന്നുണ്ട്. നമ്മൾ യാത്രയ്ക്ക് മുഖ്യം അനിഴം എന്നൊക്കെ പറയുന്ന ചില നക്ഷത്രങ്ങളൊക്കെ മാത്രമേ യാത്രയ്ക്ക് കൊള്ളാവൂ, ചില നക്ഷത്രങ്ങൾ യാത്രയ്ക്ക് കൊള്ളൂല. അങ്ങനെ നടന്ന് പോകുമ്പോൾ മുമ്പിലൊക്കെ കാണുന്ന ഓരോ കാര്യം നിമിത്തം പറയും. കയറിട്ട കാള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. കുറേ അധികം കാര്യങ്ങൾ പറയും. വെണ്ണീറ്, വിറകെണ്ണയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദുശകുനങ്ങൾ പറയും. അതുപോലെ നല്ല ശകുനങ്ങളും പറയും. ശകുനങ്ങൾ ചാലയെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാദി പക്ഷികളുടെ കൂചനവും കേട്ടുകൊണ്ട് വിർഗമിച്ചു. കുചേലൻ കൃഷ്ണനെ കാണാൻ വേണ്ടി ഇങ്ങനെ ദ്വാരകയിലേക്ക് വരുമ്പോൾ അയാൾ നടക്കുന്നതിൻ്റെ വലതുവശത്ത് ഒഴിഞ്ഞ് ചകോരം ഉപ്പൻ പക്ഷിയാണ്. ഉപ്പൻ പക്ഷി ചിലയ്ക്കുന്നത് കേട്ടുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ശുഭകരമായ കാര്യങ്ങളെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ നിമിത്തശാസ്ത്രമുണ്ടിത്. നിമിത്തശാസ്ത്രം വെച്ചിട്ടാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ ആളുടെയും ഓരോ ചലനങ്ങളിൽ നിന്ന് നമുക്ക് എപ്പോഴും കാര്യം മനസ്സിലാക്കാം. ഉദാഹരണത്തിന് വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആളെ കാണുകയോ ചെയ്യുമ്പോൾ അയാൾ എല്ലായ്പ്പോഴും അയാളുടെ വലത് കൈ കൊണ്ട് ഇടതുവശം ഇങ്ങനെ തടവിക്കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾ സ്ത്രീക്ക് അധീനനാണ്, ഭാര്യയ്ക്ക് അധീനനായിരിക്കും. പെണ്ണുങ്ങൾ പറയുന്നത് മാത്രമേ അയാൾ അനുസരിക്കൂ. അത് ഉറപ്പായ കാര്യമാണ്. സാമുദ്രിക ശാസ്ത്രത്തിലെ പ്രധാനമായ ഒരു കാര്യം ഹസ്തരേഖാശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ ഈ ഫലമുണ്ട്. ഇതങ്ങനെ ഇടതുവശത്ത് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ സ്ത്രീജിതനായിരിക്കും എന്നാണ് ശാസ്ത്രം. അങ്ങനെ ഓരോന്നുണ്ട്. നമ്മൾ ലക്ഷണശാസ്ത്രം കുറേ ഉണ്ട് പറയാൻ. നെറ്റി എങ്ങനെ ആയിരിക്കണം, മൂക്ക് എങ്ങനെ ആയിരിക്കണം, ചെവി എങ്ങനെ ആയിരിക്കണം, കഴുത്തടം എങ്ങനെ ആയിരിക്കണം, ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ സ്ഥിതി എങ്ങനെ ആയിരിക്കണം, ശരീരത്തിലുള്ള രോമങ്ങൾ എങ്ങനെ ആയിരിക്കണം, ഇതിനെ സംബന്ധിച്ച് എല്ലാത്തിനും ശാസ്ത്രങ്ങളുണ്ട്. സാമുദ്രിക ശാസ്ത്രത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കോടാംഗ ശാസ്ത്രം എന്നും കൂടി പറയും. ഹസ്തരേഖ വിദഗ്ധന്മാർക്ക് അത് പഠിച്ചതാണ്. ഹസ്തലക്ഷണ ദീപികയുണ്ട്, പിന്നെ ഹസ്തരേഖാശാസ്ത്രമുണ്ട്, രേഖാശാസ്ത്ര രത്നാകരം എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് രേഖ എങ്ങനെയാണ്, ഭാരതീയ രേഖ, വിദ്യാരേഖ, ആയുർരേഖ എന്നൊക്കെ രേഖയുണ്ട്. അതിൽ ഓരോന്നും ഉണ്ട്. തള്ളവിരലിൻ്റെ തൊട്ട് താഴെ കുറേയധികം വരകൾ ഇങ്ങനെ നെടുകയും കുറയും ഉണ്ടെങ്കിൽ അയാൾ എപ്പോഴും മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന ആളായിരിക്കും എന്നാണ് ഹസ്തരേഖ അനുസരിച്ച് ഫലം. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞത് അങ്ങനെ പറയാൻ കുറേ ഹസ്തരേഖയെക്കുറിച്ച് കുറേ പറയാനുണ്ടാവും. ഇത് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. ഈ ഭരതൻ ഇങ്ങനെ വഴിയിൽ ഒരുപാട് ദുശ്ശകനങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നേരെ അയോധ്യയിലേക്ക് വരികയാണ്. അയോധ്യയിൽ വന്നപ്പോൾ കൈകൈ ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് മോന് ശുഭകരമായ ഒരു ഭാഗ്യം ഉണ്ടാകുന്നു, നീ അങ്ങനെ രാജാവായിരിക്കുന്നത് കാണാൻ ഞാൻ വളരെ ആഗ്രഹമുണ്ട് എന്നൊക്കെ തൻ്റെ ഓമന മകനെ മാറോടണച്ചുകൊണ്ട് ഈ അമ്മ കൈകൈ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു. അപ്പോൾ ഭരതൻ അതൊന്നും അല്ല കേൾക്കേണ്ട. ഭരതൻ ചോദിച്ചു, അമ്മ അച്ഛനെവിടെ? അച്ഛൻ അമ്മയെ പിരിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലോ. ഇപ്പോൾ അച്ഛനെവിടെ പോയി? അച്ഛനെ കാണാനല്ലോ. അച്ഛനെ കാണാതെ എനിക്ക് വല്ലാതെ ഭയമുണ്ട്, ദുഃഖമുണ്ട്. ഉടനെ കൈകൈ ഭരതനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് വളരെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിട്ട് പറഞ്ഞു, മകനെ നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? അച്ഛനോട് അതിസ്നേഹമുള്ളവനല്ലയോ നീ? നേരത്തെ അങ്ങനെയാണല്ലോ. അശ്വമേധം ചെയ്ത
ധാർമ്മികരായ രാജാക്കന്മാർ പ്രാപിക്കുന്ന പുണ്യഗതിയെ നിൻ്റെ അച്ഛനും പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. അശ്വമേധം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാജാവ് പിന്നെ ശരീരം ഉപേക്ഷിക്കണം. യോഗേനാന്തേ തനുത്യജാം എന്നാണ് രഘുവംശ രാജാക്കന്മാരുടെ ഒരു തിയറി. എപ്പോഴും അങ്ങനെയാണ്. യോഗേനാന്തേ തനുത്യജ, യോഗത്തിൻ്റെ അവസാനത്തിൽ ശരീരത്തെ ത്യജിക്കണം എന്നാണ്. ആ യോഗം എന്ന് പറയുന്നത് ഈ അശ്വമേധാദി യാഗങ്ങളോടുകൂടി സമാപിപ്പിക്കുന്ന പുണ്യകർമ്മത്തിന് ശേഷമാണ്. വനവാസം ചെയ്യുക, അല്ലെങ്കിൽ യോഗാവസ്ഥയിരിക്കുക, ശരീരം ത്യജിക്കുക എന്നാണ്. പ്രാണനെ സന്യസ്തമായ അവസ്ഥയിൽ യമിച്ച് സഹസാര പത്മത്തിലൂടെ പുറത്തേക്ക് വിടുക എന്നാണ്. പ്രാണനെ യമിച്ച് താഴേക്ക് കൊണ്ടുവന്ന് കുണ്ടലിനി നാഡി വഴി മുകളിലേക്ക് കൊണ്ടുവന്ന് സഹസാര പത്മം, ഇങ്ങനെ മെഡില ഒബ്ലങ്ക്, സെറിബെല്ലം, മെഡില ഒബ്ലങ്കേറ്റ 3 ഭാഗമാണ് നമ്മുടെ തലയോട്ടിക്കുള്ളത്. അത് മെഡില ഒബ്ലങ്കേറ്റയിൽ വരുമ്പോഴേക്കും ഒരു അകാരണമായ ഒരു സന്തോഷം അനുഭവിക്കുകയാണ്. ഒരു ബ്ലെസ്സിങ് ടൈപ്പ് ഓഫ് ആണ്, എൻജോയ്മെൻറ്റ് ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രാണനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ക്യാപ്പിലറി ഹോളിനേക്കാളും ചെറിയ ഒരു ദ്വാരമുണ്ട് നമ്മുടെ തലയുടെ നടുഭാഗത്ത്, സഹസാരപത്മം എന്ന് പറയും. ആ ദ്വാരത്തിലൂടെ പ്രാണനെ വെളിയിലേക്ക് കളയുക. അതാ യോഗേനാന്തേ തനുത്യജാം എന്ന് പറയും. തനുവാണ്, ശരീരമാണ്. ശരീരം, ഗാത്രം, വപുസ്, മേനി, കായം, കളയവരം, ഉടൽ, ഇത്രയും നമ്മൾ ശരീരത്തിൻ്റെ പര്യായമായിട്ട് പറയും. ഇതിനെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ തനു എന്ന് പറയുന്നതിന് അർത്ഥം അത് ഇങ്ങനെ ഈ ചെറിയ ദ്വാരത്തിലൂടെ പ്രാണനെ പുറത്തേക്ക് കളയുന്ന പഞ്ചപ്രാണങ്ങൾ, വ്യാനൻ, അപാനൻ, ഉദാനൻ തുടങ്ങിയുള്ള 5 പ്രാണങ്ങൾ ഇതിനെ പുറത്തേക്ക് കളയുക. അപ്പോൾ ഒരു 3 മണിക്കൂർ സാധാരണഗതിയിൽ മരിച്ചു കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ കൂടെ കഴിഞ്ഞതിന് ശേഷമേ പ്രാണൻ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോവുകയുള്ളൂ. അതിനുശേഷമേ നമ്മുടെ ശരീരം അത് കൃമി ഉള്ളതായിട്ട് തീരുകയും പഞ്ചഭൂതാത്മകമായിട്ട് അത് വിഘടിക്കുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെ ശരീരത്തിന് ആ രീതിയിൽ അങ്ങനെ മാറാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഈ അശ്വമേധ യാഗാനന്തരം പുണ്യാത്മാക്കൾ എവിടെയാണോ പ്രാപിക്കുന്നത് അവിടെ എൻ്റെ അച്ഛനും പ്രാപിച്ചിരിക്കുന്നു. അച്ഛൻ്റെ മരണത്തെക്കുറിച്ചാണ് അമ്മ പറയുന്നതെന്ന് കേട്ട് ഞടുങ്ങിപ്പോയി ഈ ഭരതൻ. ആ ഭരതൻ കൈകേയിയെ ഒരുപാട് ഭർസനം ചൊരിഞ്ഞു, ഒരുപാട് ആക്ഷേപിച്ച് സംസാരിച്ചു, ചീത്ത പറഞ്ഞു നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. ഇവരെല്ലാം മനസ്സിലാക്കി. സുമന്ത്രരിൽ നിന്നും വസിഷ്ഠാചാര്യരിൽ നിന്നും ചുറ്റുപാടിലുള്ള ആളുകളിൽ നിന്നും എല്ലാം എല്ലാ കാര്യങ്ങളും ഭരതനും ശത്രുഘ്നെ മനസ്സിലാക്കിയിട്ട് ശത്രുഘ്നോടുകൂടി പെട്ടെന്ന് രഥം ഒരുക്കി സുമന്ത്രൻ ഉടൻ തന്നെ ഈ തേര് കൂട്ടി രാമൻ്റെ അടുത്തേക്ക് പോവുകയാണ്. രാമാന്തികത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് രാമൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരുപാട് കരച്ചിലും പറച്ചിലും ഒക്കെ ആയിട്ട് അവിടെയാണ് നമ്മളൊരു ശുദ്ധ സഹോദരനെ കാണുന്നത്. ഭരതൻ എന്ന വ്യക്തിയുടെ മനസ്സിലെ സഹോദരത്വം എങ്ങനെയുള്ളതാണ് നമ്മളിവിടെ കാണുകയാണ്. ഭ്രാതൃ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും, അവിടുന്ന് ഇങ്ങോട്ടും. പക്ഷേ ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ വേണ്ടവണ്ണം അത് ഉൾക്കൊള്ളാതിരുന്നത്. ലക്ഷ്മണൻ നേരത്തെ ഗുഹനോടൊക്കെ വളരെ തത്വചിന്ത, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, തത്വചിന്തമൊക്കെ നടത്തുന്ന ആളൊക്കെ നമ്മൾ കേട്ടു, അറിഞ്ഞു, ശരി, ജ്യേഷ്ഠനോട് പറഞ്ഞു, എല്ലാം ശരിയാണ്, ജ്യേഷ്ഠ സമ്മതിച്ചു എന്നൊക്കെ ലക്ഷ്മണൻ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ സൂര്യവംശത്തിൻ്റെ കോവിതാരധ്വജം, ആ കൊടിയുടെ പേരാ കോവിതാരധ്വജം. കൊടി എന്നും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ കൊടി ഉയർന്നിരിക്കുക എന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കൊടിയോട് താല്പര്യം. ഈ പാർട്ടിക്കാരുടെ പോലും കൊടി ആരെങ്കിലും മറ്റ് പാർട്ടിക്കാരെ ഒരു കൊടി എടുത്ത് കളഞ്ഞാൽ അന്നേരം തന്നെ അവരതിനുള്ള പ്രതികാര നടപടിയായിട്ട് ഇറങ്ങത്തില്ലേ. ഈ കൊടി, ഞങ്ങളുടെ കൊടി ഇത്ര ആര് പറഞ്ഞു എന്നുള്ള അവരുടെ ജീവൻ പോലെയാണ് കൊടി അവർ കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ പണ്ട് മുതലേ സാമ്രാജ്യങ്ങളുടെ അധീശത്വം സ്ഥാപിക്കുന്നതിന് ഉള്ള ഏറ്റവും പ്രകടമായ തെളിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഈ കൊടിയാണ്, ധ്വജം. ഈ ധ്വജം കോവിതാരധ്വജമാണ്. ആ കോവിതാരധ്വജം ദൂരെ ആകാശത്തിൽ ഉയർന്നു കാണുന്നുണ്ട്, രാമാദികൾ കാണുന്നുണ്ട്. അപ്പോൾ പൊടിപടലങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ആരോ തന്നോട് യുദ്ധത്തിൽ വരികയാണെന്നാണ് ലക്ഷ്മണൻ പറഞ്ഞത്. ജ്യേഷ്ഠ, ആരോ നമ്മളോട് യുദ്ധത്തിൽ വരുന്നുണ്ട്, സൈന്യസമേതമായിട്ടാണ് വരുന്നത്. സേനകൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ തറയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്ന പൊടിപടലങ്ങൾ അതാ ആകാശത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഒരുപാട് അങ്ങ് അകലെ കാണുന്നുണ്ട് ഏതോ ഒരു രഥത്തിൻ്റെ അഗ്രത്തിൽ നമ്മുടെ കോവിതാരധ്വജമാണ്. എനിക്കറിയാം ഭരതൻ വരികയാണ്, നമ്മളോട് യുദ്ധത്തിന് വരികയാണ്. ജ്യേഷ്ഠ, തയ്യാറായി നിൽക്കൂ, ഞാനും വില്ല് കൊമ്പ് എടുക്കട്ടെ എന്നൊക്കെയാണ് ലക്ഷ്മണൻ്റെ ആ സ്വഭാവത്തിന് പറയുന്ന അസമീക്ഷ്യകാരിത്വം എന്നാണ് പറയുക. ഇതിന് പറയുന്ന പേരാ അസമീക്ഷ്യകാരിത്വം എന്ന് പറയും. എന്താണ്? വേണ്ട കാര്യം വേണ്ടതുപോലെ ധരിക്കാൻ കഴിയാതെ താൻ മനസ്സിൽ കാണുന്നതാണ് ഏറ്റവും ശരിയെന്ന് വിചാരിക്കുകയും അത് മറ്റൊരാളെ വിശ്വസിപ്പിക്കുകയും അതിനനുസരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിനാണ് അസമീക്ഷ്യകാരിത്വം എന്ന് പറയുന്നത്. അത്ര ഒരു
അവസ്ഥയാണ് അവിടെ കാണുന്നത്. ലക്ഷ്മണൻ്റെ സ്വഭാവത്തിലെ ഈ അസംയക്ഷകാരത്വം. ഉടനെ രാമൻ പറഞ്ഞു, അനുജ അതങ്ങനെയല്ല വത്സ, അങ്ങനെയല്ല. അത് ഭരതൻ നമ്മളോട് തിരിച്ചു കൊണ്ടുപോകാൻ നമ്മളോട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ വിളിക്കാൻ വരികയാണ്. ഭരതൻ്റെ സ്നേഹം നീ ഇപ്പോൾ കാണും എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. അതൊന്നുമല്ല, ലക്ഷ്മണൻ സമ്മതിച്ചു കൊടുക്കുകയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഭരതനിങ്ങനെ രാമനെ സമീപിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഇന്നത്തേക്കുള്ള ഭാഗമായിട്ട് പറയാമെന്ന് വിചാരിച്ചത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ പറയാമെന്ന് വിചാരിക്കുന്നു.